everyone, welcome back to 3ds Max 2022 Beginners Tutorial by Kimetron Academy. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ 3ds Maxന്റെ ഗിസ്മോ പിന്നെ പിവറ്റ് പിന്നെ സ്നാപ്പ് മോഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗിസ്മോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ടീ പോട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ടീ പോട്ടിനെ എനിക്ക് അനക്കണമെങ്കിൽ എനിക്ക് ഒരു കൺട്രോൾസ് വേണം. അപ്പോൾ ആ കൺട്രോൾസ് ആണ്, ഈ കൺട്രോളിന്റെ പേരാണ് ഗിസ്മോ. ഈ Z ആക്സിസ്, X ആക്സിസ്, Y ആക്സിസ് എഴുതി കാണിച്ചേക്കുന്നതാണ് ഗിസ്മോ. ഈ ഗിസ്മോയുടെ സൈസ് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഭയങ്കര വലുതാണെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ ബാക്ക് സ്പേസിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് കീസ് ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ സൈസും കൂട്ടും കുറക്കും ചെയ്യാം. എന്നിട്ട് ഈ ഗിസ്മോ വെച്ചിട്ടാണ് നമ്മൾ 3ds Maxൽ എന്ത് ഒബ്ജക്റ്റും അനക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ X ആക്സിസിൽ മൂവ് ചെയ്യണമെങ്കിൽ ഈ ഗിസ്മോന്റെ X ആക്സിസ് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ മൗസ് അതിന്റെ മുകളിൽ ഹവർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ X ആക്സിസ് ഹൈലൈറ്റ് ചെയ്ത് കാണാം. അതുപോലെ Y-ലോട്ട് ഞാൻ ഹവർ ചെയ്താൽ എനിക്ക് Y ആക്സിസ് ഹൈലൈറ്റും, അതുപോലെ Z ആക്സിസ് ഹവർ ചെയ്താൽ നമുക്ക് Z ആക്സിസ് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ആവും. ഞാൻ ഇതിന്റെ കളർ ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, സോ ഞാൻ ഇവിടെ Z ആക്സിസ് ഹവർ ചെയ്യുമ്പോഴേക്കും അതിന്റെ കളർ മാറും. അതിന്റെ അർത്ഥം ആ ആക്സിസ് ആണ് ആക്റ്റീവ് ആയി കിടക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെ വെച്ചാൽ നമുക്കിത് ഈ ഒരു ആക്സിസ് സ്പെസിഫിക് ഈ ഒരു ആക്സിസ് ഫിക്സ്ഡ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ആക്സിസിന്റെ ഇത് ഹാൻഡിൽ പിടിച്ച് അനക്കുവാണെങ്കിൽ ഈ ആക്സിസിൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. നമുക്ക് ഫ്രീ മൂവ്മെന്റ് വേണമെങ്കിൽ നമ്മൾ ഈ സെന്റർ ഏരിയയിൽ ഹവർ ചെയ്യുമ്പോൾ ഒരു യെല്ലോ ബോക്സ് ഹൈലൈറ്റ് ആവും. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അനക്കിയാൽ നമുക്ക് വേണ്ട ഏരിയയിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഇങ്ങനെ അനക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രീലി മൂവ് ചെയ്യാം. നമുക്ക് ഈ ആക്സിസിൽ തന്നെ, അതായത് ഈ ഗിസ്മോയിൽ തന്നെ പിടിക്കണം എന്നില്ല. ഓക്കെ, ബട്ട് നമ്മൾ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ആക്സിസിൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഒരു വട്ടം നമ്മൾ ഒരു ആക്സിസ് പിടിച്ച് ഒരു മൂവ്മെന്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒബ്ജക്റ്റിൽ എവിടെ വേണമെങ്കിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാം. പക്ഷെ നമ്മൾ ലാസ്റ്റ് മൂവ്മെന്റ് എന്താണ് ചെയ്തത് ആ ഒരു മൂവ്മെന്റിൽ കണ്ടിന്യൂ ആവത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ 3 ബോക്സ് കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരെണ്ണം X ആക്സിസ്, ഒരെണ്ണം Y ആക്സിസ്, ഒരെണ്ണം Z ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കാണാം, -0.518 mm അങ്ങനെ. സോ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒബ്ജക്റ്റിന്റെ 3D വേൾഡിൽ ഇതിന്റെ ഒബ്ജക്റ്റ് പിൻ പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മാത്സിൽ നമ്മളൊരു ഗ്രാഫിൽ X ആക്സിസ്, Y ആക്സിസ് 10x10 ഇങ്ങനെ നമ്മൾ X ആക്സിസ്, Y ആക്സിസ് നോക്കിയിട്ട് ഒരു പോയിന്റ് മീറ്റ് ആവത്തില്ല. ഇനി നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ 10,10 നോക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കറിയാം ഇത് ഈ ഒരു ലൊക്കേഷനിലാണ്. അപ്പൊ ഇത് ഡിറ്റർമൈൻ ആവുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് സെന്ററിന് എത്ര ദൂരമാണ്. അപ്പൊ വേൾഡിന്റെ സെന്റർ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് കളറിന്റെ ലൈന് മീറ്റ് ആവുന്ന സ്ഥലമാണ് വേൾഡിന്റെ സെന്റർ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേൾഡിന്റെ സെന്ററിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളത് വേൾഡിന്റെ സെന്ററിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അനക്കുമ്പോൾ നമുക്ക് ഇവിടെ മൂവ്മെന്റ്സ് നമ്പേഴ്സ് മാറുന്നത് കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവും എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് Y ആക്സിസിൽ 50 mm എക്സ്ട്രാ പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് Y ആക്സിസിൽ 50 അടിച്ചാൽ അത് എക്സ്ട്രാ 50 mm പോകും. അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ X ആക്സിസ്, Y ആക്സിസ് നമുക്ക് ഇവിടുന്ന് അനക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂവിന്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, അത് നമ്മൾ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും ആക്കിയാൽ നമുക്ക് അനക്കാൻ പറ്റും. നമുക്ക് ഈ ഹാൻഡിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇത് മാനുവലി ഇവിടെയും പിടിച്ച് നമുക്ക് അനക്കാൻ പറ്റും ഒരു ഒബ്ജക്റ്റിനെ.
എന്നിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഒറിജിനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ 3 ആക്സിസും 0 0 0 ആവണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ മാനുവലി 0 അടിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മൗസ് ഈ ആരോ മാർക്ക് കാണുന്ന സ്ഥലത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി. അപ്പൊ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ അത് 0 പോകുന്നത് ഡിഫോൾട്ട് ആയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെന്ററിലോട്ടാക്കാം. പിന്നെ അടുത്തത് വരുന്നത് പിവറ്റ്. പിവറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ് പിവറ്റ്. അപ്പൊ ഈ പിവറ്റ് എവിടെയാണ് കിടക്കുന്നത്, ആ പിവറ്റിൽ നിന്നാണ് നമുക്ക് ഈ ആക്സിസുകൾ വരുന്നത്. അതായത് ഈ ആക്സിസിന്റെ മെർജ് ആവുന്ന സ്ഥലമാണ് പിവറ്റ്. ഈ ഒബ്ജക്റ്റിന് പിവറ്റ് കിടക്കുന്നത് ഈ ആക്സിസ് മെർജ് ആവുന്ന സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ ഗ്രാഫില്, ഒരു 2D ഗ്രാഫില് മാത്സിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ 0 10 20 30 അങ്ങനെയല്ല പോകുന്നത്. അപ്പൊ ആ 0 വരുന്ന പൊസിഷൻ എവിടെയാണ്, അതാണ് ഈ പിവറ്റ്. അപ്പൊ നമുക്ക് 2 പിവറ്റ് ഉണ്ട്. ഒന്ന് വേൾഡിന്റെ പിവറ്റ്, അതിനെ നമ്മൾ ഒറിജിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് വേൾഡിന്റെ ഒറിജിൻ, ഒന്ന് ഒബ്ജക്റ്റിന്റെ ഒറിജിൻ. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ ഒബ്ജക്റ്റിന്റെ പിവറ്റും ഒബ്ജക്റ്റിന്റെ ഒറിജിനും വേൾഡിന്റെ ഒറിജിനും സെയിം ആയിരിക്കണം. എന്നാലും ഈ 0 0 വർക്ക് ചെയ്യത്തില്ല. എന്നിട്ട് എപ്പോഴും ഈ ഗ്രിഡിന്റെ മുകളിൽ ഇതുപോലെ കിടക്കണം. നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നാൽ വർക്ക് ആവത്തില്ല. എന്താണ്, ചില സമയത്ത് എറർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മിക്കവരും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ വെക്കുന്നതാണ്. ഈ ഗ്രിഡിന്റെ മുകളിൽ വെക്കുന്നതാണ് എപ്പോഴും പ്രിഫറബിൾ. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ഈ പിവറ്റിനെ, ഇപ്പൊ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിവറ്റ് ഇങ്ങനെ ബേസിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾ പെർസ്പെക്റ്റീവിൽ പോയിട്ട് എപ്പോഴും നമ്മൾ ഈ ബേസിൽ നിന്നാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഗ്രിഡിൽ നിന്ന്. അതുകൊണ്ടാണ് എപ്പോഴും പിവറ്റ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ നമുക്ക് മാനുവലി ഇതിന്റെ പിവറ്റിനെ മാറ്റാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ്, നമുക്ക് പിവറ്റ് മാറ്റേണ്ട ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുതിയൊരു ഓപ്ഷൻ നോക്കാം. അതായത് ഹൈറാർക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോകുമ്പോഴേക്കും നമുക്ക് അഡ്ജസ്റ്റ് പിവറ്റിന്റെ ഓപ്ഷന്റെ അണ്ടറിൽ അഫക്ട് പിവറ്റ് ഓൺലി, അഫക്ട് ഒബ്ജക്റ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിടപ്പുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അഫക്ട് പിവറ്റ് ഓൺലി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പിവറ്റിന് ചെറിയൊരു ആരോ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഈ വട്ടം. നമ്മളിപ്പോ അഫക്ട് പിവറ്റ് മാറ്റിയാൽ അതില്ല. നമ്മൾ എഫക്ട് പിവറ്റ് ഇടുമ്പോഴേക്കും ഒരു എക്സ്ട്രാ ഔട്ട്ലൈൻ പോലത്തെ ഒരു ആരോ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് പിവറ്റ് മാറ്റാം. അപ്പോൾ എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഈ അറ്റത്താണ് പിവറ്റ് വേണ്ടെങ്കിൽ ഞാൻ ഇതിനെ മൂവ് ചെയ്യും. ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി ഇവിടെ പിടിച്ചിട്ട് നമുക്ക് മാനുവലി എവിടെ വേണ്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാം. സോ ഞാനിപ്പോ സൂം ചെയ്ത് ഇതിന്റെ അറ്റത്തിലാണ് പിവറ്റ് വെക്കുന്നത്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് എഫക്ട് പിവറ്റ് ഓൺലി വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ആ ഒരു ഓപ്ഷൻ എന്താണ്, ഓഫ് ആവും. എന്നിട്ട് ഞാൻ ഇപ്പോ സെന്റർ അടിക്കും, അതായത് 0 0 0 അടിക്കുമ്പോഴേക്കും ഈ പിവറ്റ് ഇവിടെയാണ് വരിക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 0 0 0 അടിക്കുമ്പോഴേക്കും കണ്ടോ, ഒബ്ജക്റ്റിന്റെ 0 ആകുമ്പോഴേക്കും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മൊത്തത്തിൽ മാറി. കാരണം ഈ പിവറ്റ് ആണ് എപ്പോഴും 0 പോകുന്നത്. ഒബ്ജക്റ്റിന്റെ എന്താണ്, ഒബ്ജക്റ്റിന്റെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഈ പിവറ്റ് ആണ്. അപ്പൊ നമ്മൾ പിവറ്റ് എവിടെയാണ് വെക്കുന്നത് അതനുസരിച്ചായിരിക്കും ലൊക്കേഷൻ നീങ്ങുന്നത്. ഇതിന്റെ പകരം ഞാനിപ്പോ പിവറ്റ് ഇപ്പുറത്ത് വെച്ചിട്ട് 0 0 0 അടിയുമ്പോഴേക്കും ഇതിന്റെ പിവറ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് നോക്കേണ്ടത് എവിടെയാണ് പിവറ്റ് വെക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മാനുവലി പിവറ്റ് വെക്കാം. അപ്പൊ ഈ മാനുവലി പിവറ്റ് മാറ്റുന്ന സ്ഥലം മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചില ഒബ്ജക്ട്സ് ഇപ്പൊ അടി വെച്ചാൽ നമുക്ക് വർക്ക് ആവണമെന്നില്ല. ചില സിനാരിയോസിൽ നമുക്ക് ചെറിയ ആംഗിളിൽ വെച്ചാൽ അത് നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കിട്ടുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റും മൂവും സ്കെയിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ, ഈ പിവറ്റിന്റെ ഒറിജിൻ പോയിന്റ് വെച്ചിട്ടാണ്, ഈ ഗിസ്മോ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് എന്താണ്, ഇവിടെ പിവറ്റ് വെച്ചിട്ട് റൊട്ടേറ്റ് അടിക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഈ ആനിമേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഒരു പോർ ചെയ്യുന്ന ഒരു ആനിമേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇത് സെന്ററിൽ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് വീഴുന്നത്.
ഇപ്പോൾ ടി ഒരിക്കലും ഇങ്ങനെ വീടില്ലല്ലോ, നമ്മൾ എടുത്തിട്ട് അത് പോകുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പിവറ്റ് എടുത്തിട്ട് ഇതിലോട്ട് അനക്കി വെക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും പിവറ്റിന് മൂവ് ചെയ്യുമ്പോൾ നോക്കുക, മൂവ് മോഡിലായിരിക്കണം കിടക്കേണ്ടത്. റൊട്ടേറ്റോ സ്കെയിൽ മോഡിലോ ആയാൽ അത് മൂവ് ആവത്തില്ല, നമുക്ക് പിവറ്റ് മാറ്റാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും മൂവ് മോഡിലോട്ട് വന്നിട്ട് മാത്രം നമുക്ക് പിവറ്റ് നീക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് പിവറ്റ് വീണ്ടും ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ട് ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ സെന്റർ ടു ഒബ്ജക്റ്റ് ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ടാണ് വരുന്നത്. നേരത്തെ ബേസിലായിരുന്നു, കാരണം അത് ബേസിലെ സെന്ററിലാണ് വീണുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ടാണ് വരുന്നത്. നമ്മൾ റീസെറ്റ് പിവറ്റ് അടിക്കുമ്പോഴേക്കും അത് വീണ്ടും ബേസിന്റെ സെന്ററിലോട്ട് പോകും. എന്നിട്ട് ഞാൻ 0 അടിച്ചാൽ ഇത് കറക്റ്റ് ഗ്രിഡിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് കിടക്കും. സോ ഞാനിപ്പോ ഇതിപ്പോ ബേസിന്റെ സെന്ററിലാണ് കിടക്കുന്നത്. ഞാനിപ്പോ സെന്റർ ടു ഒബ്ജക്റ്റ് കൊടുത്താൽ ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ എവിടെയാണോ വരുന്നത്, എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കിയിട്ട്, എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസും നോക്കിയിട്ട് എവിടെയാണ് വരുന്നത് അവിടെയാണ് ഈ പോയിന്റ് പോകുന്നത്. പക്ഷെ നമ്മൾ റീസെറ്റ് അടിക്കുമ്പോൾ അത് ബേസിന്റെ സെന്ററിലോട്ടാണ് പോകുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഈ പിവറ്റിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. അടുത്തത് നമുക്ക് ഈ പിവറ്റിനെ സ്നാപ്പ് ചെയ്യാൻ പറ്റും. അതായത് സ്നാപ്പിംഗ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റിലോട്ട് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് വ്യൂവിൽ പോവും, വയർ ഫ്രെയിം എടുക്കും, വയർ ഫ്രെയിം മോഡ് എടുക്കും. എന്നിട്ട് നമ്മൾ ഒരു ഏകദേശം ഗ്രിഡിന്റെ ഇവിടെ ആയിട്ടൊക്കെ വരും. പക്ഷെ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ പെർസ്പെക്റ്റീവിൽ ഇത് ട്രൈ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ മാനുവലി ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും. പക്ഷെ അത് ഫ്രണ്ട് വ്യൂ പോകുമ്പോഴേക്ക് കണ്ടോ, ഇത് ചെറുതായിട്ട് അടി പോയേക്കാം, താഴോട്ട് പോയേക്കാം. സോ അതിന് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് സ്നാപ്പിംഗ് മോഡ് യൂസ് ചെയ്യാം. അതായത് മൂവ് സ്നാപ്പിംഗ് മോഡ് യൂസ് ചെയ്യാം. ഇതിന്റെ ഓപ്ഷൻസ് കിടക്കുന്നത് നമ്മുടെ ടൂൾ ബാറിൽ ഇവിടെ ഈ മാഗ്നറ്റിന്റെ സിമ്പിൾ കൊടുത്തേക്കുന്നതാണ് സ്നാപ്പിംഗ് മോഡ്സ്. അപ്പൊ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ആവുന്ന കാണാം, നമ്മൾ ഗിസ്മോ ഹൈലൈറ്റ് ആവുന്ന കാണാം. എന്നിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ, ഈ ഓപ്ഷൻ എടുത്ത് വെച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് കോളം മാത്രം ഇന്ന് പറഞ്ഞു പോവാം, ബാക്കി നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം, ഫ്യൂച്ചർ ചാപ്റ്റേഴ്സിൽ. സോ നമുക്ക് ആദ്യം ഗ്രിഡ് പോയിന്റ്സ് വെച്ച് നോക്കാം. ഇപ്പൊ ഗ്രിഡ് പോയിന്റ്സ് ഓൺ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് കണ്ടോ, ഗ്രിഡിൽ ഞാൻ ഇപ്പൊ എല്ലാ പോയിന്റിലോട്ട് പോകുമ്പോഴേക്കും ഒരു മഞ്ഞ കളറിന്റെ ലൈൻ വരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നത്, ഈ പിവറ്റിനെ ഈ പോയിന്റിലോട്ട് സ്നാപ്പ് ചെയ്യാൻ പോവാം. സ്നാപ്പിംഗ് ബേസിക്കലി അത് ആ പൊസിഷനിലോട്ട് ഇങ്ങനെ അട്രാക്ട് ആവുകയാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ പോയിന്റിലോട്ട് കൊണ്ടുവരുമ്പോൾ കണ്ടോ ഒരു ജെർക്ക്നെസ് വരുന്നില്ല, അതൊരു മാഗ്നറ്റ് ഒട്ടുന്ന പോലെ, ആ ഒരു സംഭവമാണ് ബേസിക്കലി സ്നാപ്പിംഗ്. അപ്പൊ ഞാൻ ഗ്രിഡ് പോയിന്റ്സ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഈ ഗ്രിഡിൽ എവിടെയാണ് എക്സാക്ട് വേണ്ടത് അങ്ങോട്ടേക്ക് എനിക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടേലോട്ട് ഗ്രിഡ് വിട്ടാൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഗ്രിഡ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ പിവറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ പിവറ്റ് ആയിട്ട് മാച്ച് ആവണം, അലൈൻ ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിന്റെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒബ്ജക്റ്റിന്റെ പിവറ്റിന്റെ അടുത്ത് പോകുമ്പോഴേക്കും കണ്ടോ അത് സ്നാപ്പ് ആവുന്നുണ്ട്, ഒരു മാഗ്നറ്റ് എഫക്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റിനും പിവറ്റ് ഒരേ സ്ഥലത്താണ്. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൂടുതൽ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് റൊട്ടേഷനും സ്കെയിലും മൂവും അല്ലെങ്കിൽ പിന്നെ അനിമേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഈ പിവറ്റിന്റെ കളികൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രണ്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു, ഞാനിപ്പോ നമുക്ക് മോർ ദാൻ വൺ ഓപ്ഷൻസ് ഒരു സമയത്ത് യൂസ് ചെയ്യാം. നമ്മൾ പിവറ്റിനോട് ഗ്രിഡും കൂടി യൂസ് ചെയ്താൽ എന്താണ് അത്ര യൂസ് ഇല്ല, കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് പിവറ്റ് ആയതുകൊണ്ട് അത് പിവറ്റിലോട്ട് സ്നാപ്പ് ആവും. അപ്പൊ നമ്മൾ പിവറ്റ് അല്ല, നമുക്ക് ഗ്രിഡ് മതിയെങ്കിൽ നമ്മൾ ഗ്രിഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ഫോക്കസ് പിവറ്റിലോട്ട് അറ്റാച്ച് ആവണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പിവറ്റ് കൊടുത്താൽ മതി, ഗ്രിഡിന്റെ ആവശ്യമില്ല. കാരണം ഗ്രിഡ് ഓൺലി ഈ ഗ്രിഡ് പോയിന്റ്സിൽ മാത്രം സ്നാപ്പ് ചെയ്യാൻ മാത്രമേ വർക്ക് ചെയ്യത്തില്ല. അടുത്തത് വെർട്ടെക്സ്, എഡ്ജ്, ഫേസ്. ഇതെന്താന്ന് വെച്ചാൽ, വെർട്ടെക്സ് എന്താന്ന് വെച്ചാൽ ഒരു 3D സ്പേസിൽ ഒരു പോയിന്റിനെ നമ്മൾ ഒരു വെർട്ടെക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ വെർട്ടെക്സിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ 3D സ്പേസിൽ
ഒരു സിംഗിൾ പോയിന്റ് ആണ് ഒരു വെർട്ടെക്സ്. ഓക്കെ, ഇതിന്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടെക്സ് തമ്മിൽ ഒരു കണക്ഷൻ വരുമ്പോഴാണ് അത് ഒരു എഡ്ജ് ആണ്. അപ്പൊ ഇതുപോലെ എഡ്ജ് ഒരു ക്ലോസ് സർഫേസ് ആയാൽ, അതായത് നമ്മൾ ഒരു ബോക്സ് എടുത്താൽ 4 ഭാഗത്തും ഒരു എഡ്ജ് വന്നിട്ട് ആ ഏരിയ ക്ലോസ്ഡ് ആവത്തില്ല, അങ്ങനത്തെ ഒരു സെക്ഷനാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഞാൻ ഇതിൽ തന്നെ പോയിന്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് ഒരു വെർട്ടെക്സ്. ഓക്കെ, ഈ പോയിന്റ് തൊട്ട് വരുന്ന ലൈൻ ആണ് ഒരു എഡ്ജ്. അതുപോലെ തന്നെ ഈ 4 എഡ്ജ് മുട്ടുമ്പോഴേക്ക് ഒരു ക്ലോസ്ഡ് ഒരു സർഫേസ് വരുന്നില്ലേ, ആ സർഫേസ് ആണ് ഫേസ്. അപ്പൊ ഇത് നമ്മുടെ 3D മാക്സ് അല്ലെങ്കിൽ ഏത് 3D സോഫ്റ്റ്വെയർ ആയാലും, ബ്ലെൻഡർ ആയിക്കോട്ടെ, മായ ആയിക്കോട്ടെ, സിനിമ 4D ആയിക്കോട്ടെ, അൺറിയൽ ആയിക്കോട്ടെ, എല്ലാത്തിലും ഇത് സെയിം തന്നെയാണ്. അതായത് നമ്മൾ ഇതാണ് വെർട്ടെക്സ്, ഇത് എഡ്ജ്, ഇതൊരു ഫേസ്. ഇപ്പൊ ഫേസ് മിനിമം ഒരു ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതൊരു 3 ഫേസ്, അതായത് ഒരു ട്രയാങ്കിൾ ആവണം, ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണ്. അതായത് 4 എഡ്ജ് ക്ലോസ് ചെയ്ത ഒരു സർഫേസ് ആണ്, അല്ലെങ്കിൽ 3 എഡ്ജ് ക്ലോസ് ചെയ്യുന്ന ഒരു സർഫേസ് ആണ്. അതിൽ കൂടുതൽ എഡ്ജ് ഇല്ലത് സർഫേസ് ആണെങ്കിൽ നമ്മൾ അതിനെ എൻഗോൺ എന്ന് പറയും. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ ഒരു വെർട്ടിസസും കൂടി ഇട്ടാൽ അതൊരു 5 എഡ്ജിന്റെ ഒരു സിറ്റുവേഷൻ ആയി, 5 എഡ്ജ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയി. അപ്പൊ ഇതിനെ നമ്മൾ എൻഗോൺ എന്നാണ് പറയുന്നത്. നമ്മൾ മാക്സിമം ഈ എൻഗോണിനെ അവോയ്ഡ് ചെയ്യണം. 3ds മാക്സോ അല്ലെങ്കിൽ ഏത് 3D സോഫ്റ്റ്വെയർ ആണെങ്കിലും മാക്സിമം നമ്മൾ ഈ എൻഗോൺ അല്ലെങ്കിൽ 5 ഫേസ് ഓർ അബവ്, 4 വരെ കുഴപ്പമില്ല. 5 ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 എഡ്ജ് കണക്ട് ചെയ്യുന്നതാണ് 5 ഫേസ്. ഇതിനെ നമ്മൾ 4 ഫേസ് എന്നാ പറയാം. അതായത് 4 എഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. 3 ഫേസ് എന്ന് പറഞ്ഞാൽ 3 എഡ്ജ് കണക്ട് ചെയ്യുന്നത്, അങ്ങനെ. സോ ബേസിക്കലി 5 ഫേസസ് ഓർ അബവ് ഇല്ല ഫേസ് കൗണ്ട് ഇല്ല സർഫേസ് ആണെങ്കിൽ നമ്മൾ അതിനെ 4 ഫേസിലോ 3 ഫേസിലോ കൺവേർട്ട് ചെയ്യണം എപ്പോഴും. കാരണം നമ്മൾ 5 ഫേസ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ ആ മോഡലിനെ സ്മൂത്ത് ആക്കുമ്പോഴോ നമുക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു എറർ വരും. ആ ഒരു സ്ഥലത്ത് നമ്മൾ രണ്ടർ അടിക്കുമ്പോൾ ചില സമയത്ത് ടെക്സ്ചർ വലിയേണ്ട ചാൻസ് ഉണ്ട്. ചില കേസസിൽ നമുക്ക് മോഡൽ സ്മൂത്ത് അടിക്കുമ്പോൾ അത് അവിടെ മാത്രം എന്തോ ഒരു ചെറിയൊരു കുഴപ്പം, ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു ബ്ലാക്ക് ഏരിയ പോലെ എന്തോ അങ്ങ് വരും. അപ്പൊ അങ്ങനത്തെ കേസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ സിസ്റ്റത്തിന് കുറച്ചും കൂടി സിമ്പിൾ ആണ് 4 ഫേസും 3 ഫേസും റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സിസ്റ്റത്തിന് അത്ര എന്താ പറയാ ലോഡ് കൂടത്തില്ല ഫേസസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഒരു മോഡൽ ഉണ്ടാക്കുമ്പോൾ ഒന്നിക്കൽ 3 ഫേസ് അല്ലെങ്കിൽ 4 ഫേസിലായിരിക്കണം ആ ഒരു ഷേപ്പ് കിടക്കുന്നത്, ഒറ്റ ഫേസ്. സോ ഞാനിപ്പോ സ്നാപ്പിങ്ങില് ഇവിടെ വെർട്ടെക്സ് മോഡിൽ വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ കണ്ടോ, നമ്മൾ എല്ലാ വെർട്ടെക്സും ഇങ്ങനെ ഹൈലൈറ്റ് ആവും. അപ്പൊ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ പിവറ്റ് നമുക്ക് ഇതിന്റെ ഏത് വെർട്ടിസസിൽ വേണമെങ്കിലും കൊണ്ടുപോയി സ്നാപ്പ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, വേണ്ട വെർട്ടിസസിലോട്ട് ഞാൻ സ്നാപ്പ് ചെയ്യുന്നു. ഇപ്പൊ കണ്ട് ആ ഒരു നമ്മളെ പിവറ്റ് എവിടെ വെച്ചാൽ കിടക്കുന്നത്, ആ പിവറ്റ് ഏകദേശം നമ്മുടെ ഒബ്ജക്റ്റിനായിട്ട് സ്നാപ്പ് ആയിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിമിലർലി എഡ്ജ് എടുക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു പിവറ്റ് എഡ്ജിലോട്ടാണ് സ്നാപ്പ് ആവുന്നത്. അപ്പൊ ആ ഒറ്റൊരു എഡ്ജിലോട്ടാണ് സ്നാപ്പ് ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കണം ഏത് എഡ്ജിലോട്ടാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് ചില ആംഗിളിൽ നമുക്ക് എക്സാക്ട് റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യണം. അപ്പൊ ഈ എഡ്ജ് എനിക്ക് ഈ എഡ്ജിലോട്ട് സ്നാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിമിലർലി ഈ പിവറ്റ് ഈ വെർട്ടിസസിലോട്ട് സ്നാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫേസ് ആണെങ്കിൽ നമുക്ക് ഈ ഫേസിലോട്ട് സ്നാപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സാധനം എന്താണ് കൂടുതലും 3D വ്യൂ പോർട്ടിലാണ് ഇത് സ്നാപ്പിംഗ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് 3D വ്യൂ പോർട്ടിലാണ്. നമുക്ക് ഈ വേണ്ട എല്ലാ ഓപ്ഷൻസും നമുക്ക് ഓൺ ചെയ്ത് വെക്കുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലോട്ട് എത്തുമ്പോഴേക്കും അതിങ്ങനെ സ്നാപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓഫ്കോഴ്സ് അത്ര നമുക്ക് കൺഫ്യൂസ് ആവണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനം മാത്രം ഓൺ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 3 ആണ് എഴുതിയിട്ടില്ല നമ്പർ. അതിന്റെ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഉണ്ട്, 2.5 ഉണ്ട്. ബേസിക്കലി ഇതൊന്നുമല്ല, നമ്മൾ 3D വേൾഡിൽ അതായത് പെർസ്പെക്റ്റീവ് വ്യൂവിൽ ചെയ്യുമ്പോൾ നമ്മൾ 3 ആണ് ഇടുന്നത് സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2D അതായത് ടോപ്പ് വ്യൂവിൽ നമ്മൾ സ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അതായത് ഒരു 2D പ്ലെയിനിൽ നമ്മൾ സ്നാപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക്
2 എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നത് 2 എടുക്കുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ 2.5 വരുന്നത് നമുക്ക് ഓർത്തോഗ്രാഫിക് വ്യൂവിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് 2.5 യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെർസ്പെക്റ്റീവ് മോഡിലാണ്. കാരണം അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നത്. ബട്ട് വേറൊരു കാര്യം നോക്കേണ്ടത്, എല്ലാ വട്ടവും ഈ സാധനം വർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ചില സമയത്ത് എക്സാക്ട് പോയിന്റിലോട്ട് അത് സ്നാപ്പ് ആവത്തില്ല. നമ്മൾ അതിന്റെ ചുറ്റുവട്ടത്ത് വല്ലതായിരിക്കും സ്നാപ്പ് ആവുന്നത്. അപ്പൊ നമ്മൾ മാനുവലി പിന്നെ മൂവ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്നാപ്പ് ഓൺ ചെയ്യാൻ ഒന്നിക്കൽ നമുക്ക് ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്നാപ്പിന്റെ ഷോർട്ട് കട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കീബോർഡിൽ നമ്മൾ ഹോട്ട് കീബോർഡിൽ നമ്മൾ ലെറ്റർ എസ് അമർത്തിയാൽ നമുക്ക് സ്നാപ്പ് ഓൺ ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സ്നാപ്പ് ടോഗിൾ. അടുത്തത് നമുക്ക് റൊട്ടേഷൻ, അതായത് ഈ ആംഗിൾ വിത്ത് മാഗ്നറ്റ് നോക്കാം. അതായത് ആംഗിൾ സ്നാപ്പ് ആണ് അതിന്റെ പേര്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 90 ഡിഗ്രി ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 15 ഡിഗ്രി ആംഗിളിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇത് ഇവിടെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മാനുവലി ഇങ്ങനെ തിരിക്കുമ്പോൾ ആ ആക്സിസിന്റെ നമ്പർ ഇവിടെ മുകളിൽ നമുക്ക് കാണാം അനങ്ങുന്നത്. അപ്പൊ നമ്മളത് നമുക്ക് വേണ്ട ആംഗിളിൽ എത്തുമ്പോഴേക്ക് നമ്മളത് നിർത്തണം. എക്സാക്ട് എന്താ പറയുക, ഒരു 50 ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കറക്റ്റ് 50 ആകുമ്പോൾ അതൊന്ന് നിർത്തണം. അല്ലെങ്കിൽ നമ്മളിവിടെ താഴെ വന്നിട്ട് നമുക്ക് വാല്യൂ ഇടാം 50 ഡിഗ്രി. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ സ്നാപ്പ് ചെയ്യാം. ആംഗിൾ സ്നാപ്പിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ, അതായത് നമുക്ക് ഇവിടെ മാനുവലി ആംഗിൾ ഇടാണ്ട് ഡയറക്റ്റ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഇപ്പൊ 50 ഇട്ടു, ഇനി അടുത്ത നമ്മൾ വീണ്ടും 50 ഇടുമ്പോഴേക്കും 100 ആക്കണം. അടുത്തത് നമ്മൾ 100 ആക്കുമ്പോഴേക്കും ഇത് തിരിയുന്നത് ആ ഒരു പൊസിഷന് 100 ഡിഗ്രീസിലോട്ടാണ് തിരിയുന്നത്, 0ന്ന് 100 തിരിയുന്നത്. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്യും, എന്നിട്ട് ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കും. സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നമുക്ക് പുതിയ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇത് സെയിം ആണ്, കണ്ടോ, ഇത് നമ്മുടെ സാധാരണ സ്നാപ്പിന്റെ ആണ്. നമ്മൾ ഓപ്ഷൻസ് പോകുമ്പോഴേക്കും ഇത് നമുക്ക് ഇതിന്റെ റൊട്ടേഷന്റെ ആണ് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആംഗിൾ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഡീഫോൾട്ട് 5 ഡിഗ്രീസ് ആണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വട്ടം മൗസ് അനക്കിയാൽ അത് 5 ഡിഗ്രീസ് ആണ് റൊട്ടേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറെ വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കുറച്ച് മൗസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കറക്റ്റ് നമ്പർ കിട്ടും. പിന്നെ നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടണമെന്നും ഇല്ല, നിർബന്ധമില്ല. അപ്പൊ ആംഗിൾ സ്നാപ്പിൽ ഞാൻ ഇപ്പോൾ ഒരു 45 ഡിഗ്രി ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇത് കറക്കിയാൽ ഒരു വട്ടം മൗസ് ആണെങ്കിൽ അത് 45 ഡിഗ്രീസ് റൊട്ടേറ്റ് ആവും. അപ്പൊ നമുക്ക് ഈ സാധനം നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ലോണം യൂസ്ഫുൾ ആണ് നമുക്ക് ഈ ആംഗിൾ. ഇപ്പൊ നമുക്ക് അറിയാം എക്സാക്ട്ലി എത്ര ആംഗിളിലാണ് ഈ സാധനം പോകുന്നത്. ചില പ്രൊഡക്റ്റിന്റെ ഡയമെൻഷൻസിൽ അവർ ഓൾറെഡി അത് 45 ഡിഗ്രി റൊട്ടേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നമുക്ക് എക്സാക്ട്ലി അറിയാം 45 ഡിഗ്രി ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആംഗിൾ സ്നാപ്പ് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ യൂസ്. പിന്നെ വരുന്നത് പെർസെന്റേജ് സ്നാപ്പ്. പെർസെന്റേജ് സ്നാപ്പ് നത്തിങ് ബട്ട് സ്കെയിലിന്റെ സ്നാപ്പിംഗ് വേർഷൻ ആണ്. അപ്പൊ ഈ ആംഗിളിൽ നമ്മൾ ഒരു ആംഗിൾ അനക്കുമ്പോഴേക്കും എന്താണ് 5 ഡിഗ്രീസ് പോകുന്ന പോലെ, നമുക്ക് സ്നാപ്പിലും ഒരു മൗസ് പോയിന്റർ അനങ്ങുമ്പോഴേക്കും ഇത്ര ഡിഗ്രി സ്നാപ്പ് ആവണം നമുക്ക് മനസ്സിലാവും. സോ ബേസിക്കലി ഞാനിപ്പോ സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ട് ഇതിന്റെ സെറ്റിംഗ്സിൽ പോകുമ്പോൾ സെയിം സെറ്റിംഗ്സ് ആണ് നമുക്ക് റൊട്ടേഷനിൽ ആംഗിൾ സ്നാപ്പ് ചെയ്യുമ്പോൾ കിട്ടിയ സെയിം സെറ്റിംഗ്സ് ആണ്. ഇതിന്റെ അടിയിൽ പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് 10 ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിന്റെ പകരം 50 ഇട്ടാല് എന്താണെന്ന് വെച്ചാൽ, ഒരു വട്ടം മൗസ് നമ്മൾ അനക്കിയാൽ അത് 50% വലുതാവും. ബേസിക്കലി ആ ഒബ്ജക്റ്റിന്റെ 50% എത്രയാണ് അത്ര അത് വലുതാക്കും അതിനെ. അതുപോലെ തന്നെ ചെറുതാക്കണമെങ്കിൽ നമുക്ക് സെയിം സാധനം ചെയ്യാം. അപ്പൊ അത് ആ 50 എല്ലാ ഒരു മൗസ് അനക്കത്തിന് അത് 50 ടൈംസ് വലുതാവും. അങ്ങനെ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്ന ആ വാല്യൂലോട്ട് വലുതാവും. അപ്പൊ നമുക്ക് ആംഗിൾ സ്നാപ്പിന് ഷോർട്ട് കട്ട് ഉണ്ട്. അത് കീബോർഡിൽ A അമർത്തിയാൽ ആംഗിൾ സ്നാപ്പ് ഓൺ ആവും, കീബോർഡിൽ S അമർത്തിയാൽ നമുക്ക് സാധാരണ സ്നാപ്പിങ് ഓൺ ആവും. നമുക്ക് പെർസെന്റേജ് സ്നാപ്പിന്
ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് സ്പിന്നർ സ്നാപ്പ്. ഇത് അത്ര നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത്ര ഇതിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കൂടുതലും ഈ 3 സ്നാപ്പിംഗ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് മാറ്റണ്ട. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ എവിടെയെങ്കിലും ഈ സെയിം സംഭവം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീബോർഡിൽ F12 അടിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു വിൻഡോ കിട്ടും. ഇത് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് മോഡിലാണ് പോകുന്നത് അതനുസരിച്ചിട്ട് അതിന്റെ ഒരു ഈ സംഭവം വരും. അപ്പൊ ഇവിടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ മൂവ് ചെയ്യുന്നു സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴെ പോയിട്ട് ചെയ്യേണ്ട, നമുക്ക് ഇപ്പൊ നല്ലോണം സൂം ചെയ്തിരിക്കുന്നു, നമുക്കിത് ഇച്ചിരി ഫ്രണ്ടിൽ പോയാൽ മതി. ഇപ്പൊ നമ്മൾ താഴെ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട പകരം നമുക്ക് ഇവിടെ സൈഡിൽ തന്നെ സാധനം കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ ഒരു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് കീബോർഡിൽ F12 അടിച്ചാൽ മതി, അപ്പൊ അത് സെറ്റ് ആവും. ഓക്കെ, പിന്നെ വരുന്നത് ഇതൊന്ന് 0 0 0 ആക്കാം. അപ്പൊ ഈ ആംഗിൾ സ്നാപ്പ് നമ്മൾ പൊതുവെ ഞാൻ ഇതിനത്ര പ്രിഫർ ചെയ്യുന്നില്ല ആംഗിൾ സ്നാപ്പിന്. കാരണം നമുക്ക് അതല്ലാണ്ട് തന്നെ സ്കെയിൽ എടുത്തിട്ട് നമ്മളെ F12 അടിക്കുമ്പോഴേക്കും ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഈ പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു മോഡിലേ വരും. വേറെ ഏത് മോഡ് എടുത്താലും നമുക്ക് വേറെ സെറ്റിംഗ്സ് ആണ് വരുന്നത്. ജസ്റ്റ് യൂണിഫോം സ്കെയിൽ മാത്രമാണ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഈ വഴിയാണ് നല്ലത്. എനിക്കിപ്പോ ഇവിടെ വാല്യൂ ഇടാം, 50 ഇട്ടാല് അത് 50% ചെറുതായി. അത് 50 ആയി കഴിഞ്ഞിട്ട് ഇവിടെ 100 അത് കാണിക്കുന്നത്. കാരണം ഇപ്പൊ അത് ചെറുതായിട്ട് അതൊരു ഒബ്ജക്റ്റ്, ഒരു ഫുൾ ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അത് 100ലോട്ട് പോയ വീണ്ടും. ഇനി നമ്മൾ വീണ്ടും 50 അടിച്ചാൽ അത് വീണ്ടും ചെറുതാവും. അങ്ങനെ ഇനിയിപ്പോ നമ്മളെ ഒറിജിനൽ സൈസിലോട്ട് വരണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ 100 ഇടണം. ഞാൻ ഇത് അനക്കിയിട്ട് ഇതിനെ 100 ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സൈസ് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചില സമയത്ത് യൂസ്ഫുൾ ആണ്. അല്ലാണ്ട് കൂടുതൽ നമ്മൾ മാനുവലി തന്നെയാണ് സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മുടെ 3ds Max നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്നാപ്പിംഗ് നമ്മൾ നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് ഫ്ലോ സ്പീഡാക്കാം. പിന്നെ വരുന്നത് യൂസ് പോയിന്റർ സെന്റർ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പോവാം. സോ ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ബേസിക്കലി ഇത് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോഴേക്കും എന്താണ് അവിടെ ആവേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഓബ്ജക്ട്സ് നമുക്കാണ് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ പ്ലസ് അത് കാണിക്കുന്നത് ബേസിക്കലി ഇതിന്റെ പിവറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുത്താൽ നമ്മുടെ പിവറ്റ് എന്താണ്, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എടുത്താൽ സെലക്ട് ചെയ്താൽ നമ്മുടെ പിവറ്റ് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ആണ് നമുക്ക് മെയിൻ ഫോക്കസ് ആയിട്ട്, മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ പിവറ്റ് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിലോട്ട് ഹവർ ചെയ്യുമ്പോഴേക്കും ഇതാണ് മെയിൻ സെന്റർ ഫോക്കസ് ആവുന്നത്. ഇനി അതല്ല വേണ്ടത്, നമുക്ക് 2ന്റെ സെന്ററിലാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് സെലക്ഷൻ സെന്റർ എന്ന ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഹവർ ചെയ്തൊന്നും ആവത്തില്ല, ഇത് ഫിക്സ്ഡ് ആണ്, നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഓപ്ഷൻ യൂസ് ട്രാൻസ്ഫോം കോർഡിനേറ്റ് എടുത്താൽ ഇതെന്താണ് ആവുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ ഇതിന്റെ ഏറ്റവും ചെറുത് ഏത് ഒബ്ജക്റ്റ് ആണ് കിടക്കുന്നത് സൈസിൽ, അതാണ് നമുക്ക് ഫോക്കസ് കൊടുക്കുന്നത് മെയിൻലി. അപ്പൊ നമുക്ക് ഇതിലോട്ട് പോവാം. ഇത് ഞാൻ സെന്റർ ഇടുവാണെങ്കിൽ എക്സാക്ട് സെന്ററിലോട്ട് വരും. സോ ഇങ്ങനെയാണ് അത് വരുന്നത്. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം നോക്കേണ്ടത്, ഈ ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ നമ്മൾ മൂവ് മോഡിലാണ് കിടക്കുന്നത്. മൂവ് മോഡിൽ നമ്മൾ ഈ ഓപ്ഷനാണ് ഇട്ടത്. പക്ഷെ നമ്മളിപ്പോൾ റൊട്ടേറ്റ് പോകുമ്പോഴേക്കും
ഇവിടെ ഓപ്ഷൻ ചില സമയത്ത് മാറാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോ ഇത് സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ W അടിച്ചാൽ കണ്ടോ ഓപ്ഷൻ മാറി. നമ്മുടെ മൂവ് ഒന്ന് റൊട്ടേറ്റിലോട്ട് മാറിയപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് മാറുന്നുണ്ട്. അപ്പൊ ഇത് സ്പെസിഫിക് ഫോർ ആ ഒരു ഇതിന് മാത്രമേ കിടക്കൂ. എന്താണ് സെറ്റിങ്. ഇപ്പൊ സ്കെയിലിൽ ഞാനിപ്പോ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ആ ഒരു ഇതിലോട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ മൂവില് സെന്റർ ഇട്ടിട്ട് റൊട്ടേറ്റില് നമ്മൾ പിവറ്റ് മാറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇത് സാധനം കിടക്കും. കണ്ടോ, ഇതിന്റെ പകരം ഞാൻ റൊട്ടേറ്റില് സെന്റർ ഇട്ടാൽ ഇത് മൊത്തത്തിൽ കറങ്ങും. അതുപോലെ തന്നെ ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സെന്റർ പിവറ്റ് മാറും, അതായത് ഇതിന്റെ പൊസിഷൻ മാറും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് പിവറ്റും ഗിസ്മുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ കോപ്പിയും ഇൻസ്റ്റൻസും എടുക്കാന്ന് കാണാം. പിന്നെ നമുക്ക് ഇതിന്റെ മിറർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ ബേസിക്കലി നമുക്ക് ഈ ഒബ്ജക്ട്സിനെ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വട്ടം നമുക്ക് സെയിം ഒബ്ജക്റ്റ് കുറെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. സോ ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ക്യുമെട്രോൺ അക്കാഡമീനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.